കൊന്നവനെ വധശിക്ഷയ്ക്ക് പിടിക്കുമ്പോ ആരവിടെ പിടിച്ചു കെട്ടാൻ പറയുമ്പോ അള്ളാന്റെ ഖുർആൻ പറയുകയാണ്. അള്ളാന്റെ ഖുർആനീക ദർശനം വിടത്തി കാട്ടിയ മായൂര പിഞ്ചത്തിന് മുന്നിൽ അള്ളാഹുവിന്റെ ഖുർആൻ നൽകുന്ന ഏറ്റവും വലിയൊരു സംഭാവന പറഞ്ഞു തരട്ടെ. ഇതല്ലാതെ നമുക്ക് തമ്മിൽ പറയാൻ എന്താ? ഒരു നാട്ടിൽ കൊലപാതകയായി മുദ്രയടിക്കപ്പെട്ട് ആലുപാട് സൈന്യക്കാര് മുഴുവനും പിടിക്കാനോടുമ്പോ യുവാവായ മൂസ അതാ ഈജിപ്തിൽ നിന്ന് നാട് വിടുകയാ. കയ്യിൽ ഒരു തുള്ളി പോലുമില്ല. നന്നായിട്ട് ജീവിതവുമായി ബന്ധപ്പെടുത്തുക. ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ, ജീവിതത്തിന്റെ ഒരു തുരുത്തിരി പോലും എത്തിപ്പെടാതെ യുവാവായ മൂസ ഈജിപ്തിൽ നിന്ന് ഓടുകയാണ്. എവിടേക്കാ ഓടുന്നതെന്നറിയോ? ദിശയറിയാതെ ദിക്കറിയാതെ കാട് കടന്ന് മേട് കടന്ന് ബഹുമാനപ്പെട്ട മൂസ എന്ന യുവാവ് ഓടുമ്പോ അന്ന് പ്രവാചകനായിട്ടില്ല, വെറും ഒരു യുവാവ് മാത്രമാ. ഈ ഒരു വലിയ സംരംഭത്തിന് വേണ്ടി ഉറക്കമിളക്കുന്നവരോട് സഹോദരങ്ങളെ ഓടി ഓടി എവിടെയെന്നറിയോ? അദ്ദേഹം പേടിയോടെ ഓടുകയാണ്. അള്ളാന്റെ ഖുർആൻ പറയട്ടെ, ഓടി ഓടി മദിയൻ എന്ന് പറയുന്ന രാജ്യത്തെത്തി നിബിഡ വനത്തിലൂടെ ഓടുകയാണ്. ആളില്ല, തുണയില്ല, ഇണയില്ല, രക്ഷിക്കാൻ ആരുമില്ല, ഗതിയില്ലാതെ ഓടുകയാണ്. കൂട്ടിവായിക്ക് സഹോദരങ്ങളെ, ഗതിയില്ലാതെ നിങ്ങളും ഓടുകയാണോ? കടം കാരണത്താൽ, മാറാ രോഗം കാരണത്താൽ. അന്ന് മൂസ ഓടിയത് കാട്ടിലൂടെയാണെങ്കിൽ ആശുപത്രി വരാന്തകളിലൂടെ, ചികിത്സകളുടെ ഇടങ്ങളിലൂടെ 1000 പ്രയാസങ്ങളുമായി നെട്ടോട്ടം ഓടുമ്പോ സഹായിക്കാൻ ആരുമില്ല. ഉസ്താദേ, സങ്കടം പറയാൻ ഒരാളുമില്ല. ഏകനായി ജീവിതത്തിലോടുമ്പോ മൂസയുടെ ഓട്ടം കണ്ണിൽ കാണുക. മദിയൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ നിബിഡ വനത്തിലെത്തിയപ്പോ ഓടി ഓടി തളർന്നു പോയ മൂസ സുപരിചിതമായ നാടല്ല, അപരിചിതമായ നാടാണ്. ആ നാട്ടിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് മൂസ എന്ന യുവാവ് ഒരു ദുആ ചെയ്തതായി ഖുർആൻ പറയുന്നുണ്ട്. ഖാല അസാ റബ്ബി അയ്യഹ്ദിയനി അസാ റബ്ബി അയ്യഹ്ദിയനി സവാഅസ് സബീൽ. ആ മദീനത്തിയപ്പോ മൂസ പറഞ്ഞു, എൻ്റെ അല്ലാഹ്, എൻ്റെ അല്ലാഹ്, എൻ്റെ അല്ലാഹ് എനിക്കൊരു നേർവഴി കാണിച്ചു തരാതിരിക്കില്ല. ഇവിടെ അല്ലാഹു എനിക്കൊരു കച്ചിത്തുരുമ്പ് കാണിക്കാതിരിക്കില്ല. പൊന്നു ചെറുപ്പക്കാരെ, മൂസാക്ക് അല്ലാഹു കച്ചിത്തുരുമ്പ് കൊടുത്തു. എന്തെന്നറിയോ? മാ മദിയന സൂറത്തുൽ ഖസസ് പറയുകയാണ്, ആ നാട്ടിലെ ആളുകൾ വെള്ളം കോരി കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് കിണറിന് മുമ്പിൽ മൂസ എത്തി. അവിടെ എത്തിയപ്പോ കാണുന്ന കാഴ്ച, അവിടുത്തെ ആളുകൾ അവരുടെ ആടുകൾക്ക് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിപ്പിക്കുകയാ. പുരുഷന്മാര് മുഴുവനും വെള്ളം കോരുന്നു, അവരവരുടെ ആടുകൾക്ക് ദാഹം തീർക്കുന്നു. മൂസ എന്ന യുവാവ് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്താ? ഖുർആൻ തന്നെ പറയട്ടെ, വവജദ മിൻ ദൂനിഹി മുംറഅതൈനി തദൂദാനി വവജദ മിൻ ദൂനിഹി മുംറഅതൈനി തദൂദാൻ. അതാ തിരക്ക് കൂട്ടുന്ന ആണുങ്ങളിൽ നിന്ന് ഒഴിവായി 2 പെൺകുട്ടികൾ അവരുടെ ആടുകളുമായി മാറി നിൽക്കുന്നു. അവര് വെള്ളം കോരാൻ കഴിയുന്നില്ല. ആണുങ്ങൾ തിരക്ക് കൂട്ടുകയാണ്, സഹായിക്കാൻ ആരുമില്ലാതെ 2 പെൺകുട്ടികൾ ആടുമായിട്ട് കിണറ്റിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ആ സമയത്ത് മൂസ എന്ത് ചെയ്തെന്നറിയോ? പൊന്നു സഹോദരങ്ങളെ, ജീവിതം അല്ലാഹു നൽകിയത് ഇതിനു വേണ്ടിയാ. ആര് സഹായിക്കാനില്ലാതെ 2 പെൺകുട്ടികൾ ആണുങ്ങളുടെ തിരക്കിൽ പെടാതെ മാറി നിന്നപ്പോ ആ സമയത്ത് മൂസ അവരോട് കടന്നു ചെന്നിട്ട് ചോദിച്ചു അത്രേ, എന്തേ നിങ്ങൾ വെള്ളം കോരാത്തതെന്താ? ആണുങ്ങൾ വെള്ളം കോരുന്നത് കണ്ടോ, എന്തേ നിങ്ങൾ വെള്ളം കോരാത്തതെന്താ? ആ സമയത്ത് ആ പെണ്ണുങ്ങൾ പറഞ്ഞത്രേ, ഖുർആൻ പറയട്ടെ, ഈ ആണുങ്ങൾ തിരക്ക് കൂട്ടുമ്പോ എങ്ങനെയാ ഞങ്ങൾ പോയിട്ട് വെള്ളം കോരുക? മൂസ ചോദിച്ചു അത്രേ, എന്തേ നിങ്ങൾ ആണുങ്ങളെ പറഞ്ഞു വിടാറ്? ഈ 2 പെണ്ണുങ്ങൾ വന്നതെന്തിനാ? ആ സമയത്ത് അവര് മറുപടി പറഞ്ഞു, വാബൂനാ ശൈഖുൻ കബീർ, വാബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളുടെ പിതാവ്
പിതാവ് ഒരു വയോവൃദ്ധനാണ്, ഞങ്ങളുടെ വീട്ടിൽ വേറെ ആണുങ്ങളില്ല, ഞങ്ങളുടെ പിതാവാണെങ്കിലോ വയോവൃദ്ധനാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ വെള്ളം കോരാൻ വന്നിട്ട്. അള്ളാന്റെ ഖുർആന്റെ ആയത്ത് മുൻനിർത്തിയിട്ട് പറയട്ടെ, വിവാഹം ചെയ്ത് വിടാൻ ആരുമില്ലാതെ പകച്ചു നിന്നവരോട് പോയിട്ട് അവരെ ജീവിതത്തിലോട്ട് വിളിച്ചു കൊണ്ടുവന്നവർ രണ്ട് പെണ്ണുങ്ങൾ സഹായിക്കാനില്ലാതെ ഏറ്റവും വലിയ കാടിന്റെ നടുവിൽ നിന്നപ്പോ മൂസ എന്ത് ചെയ്തെന്നറിയോ? ആണുങ്ങളെ മുഴുവനും മാറ്റി, എന്നിട്ട് ഫ്രീ ആയിട്ട് വെള്ളം കോരി ആ പെണ്ണുങ്ങളുടെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. എന്നിട്ട് മൂസ പറഞ്ഞു, നിങ്ങൾ പോയിക്കൊള്ളുക. ആ പെണ്ണുങ്ങൾ ആദരവോടെ നോക്കി നിന്നു ഈ യുവാവിനെ. ആരും ഞങ്ങളെ സഹായിക്കാതെ വരുമ്പോ എല്ലാവരും അവനവന്റെ കാര്യം നോക്കുമ്പോ ഞങ്ങളെ സഹായിച്ച ഈ മഹാമനുഷ്യനുണ്ടല്ലോ, എല്ലാവരും അവനവന്റെ കാര്യം നോക്കുമ്പോ മറ്റൊരുത്തന്റെ ജീവന് കണ്ണീരൊപ്പാൻ വന്നവന് അള്ള നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ രണ്ട് പെണ്ണുങ്ങൾക്ക് ആ യുവാവിനോട് ബഹുമാനമായി അവര് നേരെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ വാപ്പയോട് കാര്യങ്ങൾ പറഞ്ഞു. ഖുർആൻ സൂറത്തുൽ ഖസസ്. രണ്ട് പെണ്ണുങ്ങൾ, ആര് സഹായിക്കാനില്ല. ഇവിടെ എത്ര പെണ്ണുങ്ങൾ? 7 അല്ലേ? അവിടെ രണ്ട് പെണ്ണുങ്ങൾ, കാടിന്റെ നടുവിൽ ആര് സഹായിക്കാനില്ല. മൂസ എന്ന യുവാവ്, എൻ്റെ പൊന്നുമോനെ, ജീവിതം ഇങ്ങനെ ആവണം, ജീവിച്ചാൽ ഇങ്ങനെ ജീവിക്കണം, അല്ലാതെ ആർക്കും വേണ്ടാതെ ജീവിച്ചിട്ട് എന്താ കാര്യമുള്ളൂ? നമ്മുടെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാകണ്ടേ? ഇവർ പോയി വാപ്പയോട് പറഞ്ഞു, വാപ്പ ഞങ്ങളിങ്ങനെ ആണുങ്ങൾ, ഈ ഖുർആന്റെ ആയത്തിൽ തന്നെ ഒത്തിരി കാര്യം പറയാനുണ്ട്, പക്ഷെ പറയാൻ ഉള്ള സമയമില്ല. പെണ്ണുങ്ങൾ കേട്ടോളി, അവിടെ നിങ്ങൾ കണ്ടോ, പഞ്ചായത്ത് കിണറാണ്. വജദാലൈഹി ഉമ്മത്തം മിനന്നാസി യസ്കൂൻ. അള്ളാഹു പറയുന്നു, വലമ്മാ വറദ മാ മദിയന, മദിയന്റെ മാ ആണ്, അപ്പൊ പഞ്ചായത്ത് കിണർ തന്നെ. അവിടെ എത്തിയപ്പോ ആണുങ്ങൾ മുഴുവനും വെള്ളം കോരുന്നു. ഇവിടെ നോക്ക്, ആണുങ്ങൾ മുഴുവനും വെള്ളം കോരുന്നു, രണ്ട് പെണ്ണുങ്ങൾ മാറി നിൽക്കുന്നു. അവർ ഈ ആണുങ്ങളുടെ ഇടയിൽ ഇടിച്ചു കയറിയ 30% ഞങ്ങൾക്ക് സംവരണം ഉണ്ടെന്ന് പറഞ്ഞ് ഇടിച്ചു കയറിയ. അവർ മാന്യതയുള്ള പെണ്ണുങ്ങൾ, അവർ കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾ, അവർ നല്ല വാപ്പാടെ മക്കൾ, അവർ മാറി നിന്നു. അവർ ചെന്നിട്ട് വാപ്പയോട് പറഞ്ഞു, വാപ്പ ഞങ്ങളുടെ രണ്ടുപേരെയും ഒരു യുവാവ് വന്ന് ഞങ്ങളെ സഹായിച്ചു, ആരും സഹായിക്കാനില്ലാത്തപ്പോ. പ്രതിഫലം കേട്ടോളീൻ. അങ്ങനെ മൂസയാണെങ്കിലോ വെള്ളം കോരി കൊടുത്ത പെണ്ണുങ്ങളൊരു താങ്ക്സ് പോലും പറയാതെ അവരങ്ങ് പോയി. മൂസ അപ്പോഴും നാട് വിട്ട് ഓടി വന്നതാ. മൂസ കാടിന്റെ നടുവിൽ ഇങ്ങനെ നിൽക്കുകയാണ്, മരത്തിൽ ചാരി. എല്ലാവരും പോയി, രണ്ട് പെണ്ണുങ്ങൾക്ക് വെള്ളം കോരി കൊടുത്തു. ആ പെണ്ണുങ്ങളാണ് വല്ലതും പറഞ്ഞ, എന്നാ വീട്ടിലോട്ട് പോവാ, നമുക്ക് ചായ കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞ. ഇപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൂസ അന്ന് നബി ആയിട്ടില്ല കേട്ടോ, മൂസ സഹായിച്ച പെണ്ണുങ്ങളൊന്നും പറഞ്ഞില്ല, അവരും മിണ്ടാതെ പോയി. മൂസ എന്ന യുവാവ് നമ്മൾ ജീവിതത്തിൽ ഏകരായി പോകുന്ന അവസ്ഥയുണ്ട്. സങ്കടം പറയാൻ ആരുമില്ല, പ്രയാസം പറയാൻ ആരുമില്ല, സഹായിക്കുമെന്ന് കരുതിയവരും മിണ്ടാതെ നിൽക്കും. ഈ ചരിത്രത്തെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി മൂസ ഇങ്ങനെ കാടിന് നടുവിൽ മരത്തിൽ സുമ്മത്തവല്ലായിലി, ഖുർആൻ സൂറത്തുൽ ഖസസ്, ഒരു മരത്തിന്റെ തണലിലേക്ക് മാറി, പടച്ചോനെ ഈ ആരുമില്ലാത്ത നാട്ടിൽ ഇനി ആരാ സഹായിക്ക എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ, ഞാൻ പറയുന്ന ഖുർആനാണ്, അങ്ങനെ ഇരിക്കുമ്പോൾ പയ്യെ ഒരു കാൽപെരുമാറ്റം കേട്ടു. നോക്കിയപ്പോ ആരാ? മരത്തിന്റെ തണലിൽ മൂസ ഇരിക്കുമ്പോൾ തളർന്ന അവശനായിട്ടിരിക്കും ഒരു കാൽപെരുമാറ്റം കേട്ടു. ആരാണ്? ഖുർആൻ തന്നെ പറയട്ടെ. فجاءته إحداهما تمشي على استحياء. ബഹുമാനപ്പെട്ട മൂസ നോക്കുമ്പോ ആ രണ്ട് പെണ്ണുങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ്, മൂത്ത പെണ്ണ് സാഫൂറ, ആ പെണ്ണതാ നടന്നു വരികയാണ്. തംഷി അലസ്തഹിയാ, ലജ്ജയോടെ വിവശതയോടെ ആ പെണ്ണുങ്ങളിൽ ഏറ്റവും മൂത്ത പെണ്ണ് നടന്നു വരുന്നു. മൂസയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, മൂസ ഓ യുവാവേ, കാലത്ത് ഇന്ന അബീ യദ്ഊക ലിയജ്സിയക അജ്റമാ സഖൈത ലനാ. ഓ മൂസ, ഓ യുവാവേ, ഞങ്ങളുടെ പിതാവ് നിങ്ങളെ ഞങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കുകയാ. എന്തിനാ വിളിക്കുന്നതെന്നറിയോ? ഇന്ന അബീ യദ്ഊക ലിയജ്സിയക അജ്റമാ സഖൈത ലനാ. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചതിന്റെ പ്രതിഫലം തരാൻ, ഞങ്ങളുടെ വാപ്പ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുക.
കേൾക്കുകയാ. പാവപ്പെട്ട നിരാലംബരായ രണ്ട് പെണ്ണുങ്ങള് സഹായിച്ചതിന്റെ പ്രതിഫലം എന്താ? ഇത് അഹമ്മദ് കബീറിന്റെ സ്വന്തം വാക്യമല്ല, ഇത് അള്ളാന്റെ ഖുർആൻ തലമുറകളോളം പറഞ്ഞ വാക്യമാണ്. സഹോദരങ്ങളെ സഹോദരങ്ങളെ, ചുരുക്കി പറയാ, മൂസ നേരെ വീട്ടിലെത്തി. ആ പിതാവാരെന്നറിയോ? ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഫലമ്മാ ജാഹു വഖസ്സ അലൈഹിൽ ഖസസ. ആ യുവാവ് നേരെ വീട്ടിൽ വന്നു. പിതാവായ ശുഐബ് നബിയെ കണ്ടു. വഖസ്സ അലൈഹിൽ ഖസസ. അദ്ദേഹത്തിനോട് എല്ലാ കഥയും പറഞ്ഞു വന്നപ്പോ, താൻ പാരായണം ചെയ്തു വന്ന കഥ പറഞ്ഞപ്പോ, ആ സമയത്ത് കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അപ്പുറത്ത് നിന്നിട്ട് മൂത്ത പെണ്ണ് പറഞ്ഞു, ഏ പിതാവേ, ഏ പിതാവേ, കാലത്ത് ഇഹ്ദാഹുമാ യാ അബതിസ്തഅ്ജിറുഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയുൽ അമീൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ മഹരിന് വേണ്ടി എത്തിയവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മൂസ ശുഐബ് നബിയുടെ വീട്ടിലെത്തി. ഫലമ്മാ ജാഹു വഖസ്സ അലൈഹിൽ ഖസസ. അങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് നിന്നു. ഈ പെണ്ണ് വിളിച്ചോണ്ട് പോയി. പിതാവാര, ഈ പെണ്ണിന്റെ പിതാവാര? ശുഐബ് നബി. ശുഐബ് നബിനെ അടുത്ത് വന്നിട്ട് ഖസ്സ അലൈഹിൽ ഖസസ കഥ പറയാൻ തുടങ്ങി. ഏത് കഥ? ജനിച്ചത്, ഫറോവ കൊല്ലാൻ പോയത്, നടന്നുപോയപ്പോൾ ഒരുത്തനെ അടിച്ചത്, അവൻ ചത്തത്, വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അവിടെ നിന്ന് ഓടിയത്, ഓടി പഞ്ചായത്ത് കണക്റ്റി വന്നത്, ഇതെല്ലാം കേട്ടോണ്ട് ഈ പെണ്ണ് കേട്ടോണ്ടിരിക്കുക. ഏത് പെണ്ണ്? സാഫൂറ. ഇങ്ങോട്ട് നോക്ക്, ഏത് പെണ്ണ്? സാഫൂറ. ഇത്രയും നല്ല കഥ മലയാള മനോരമ വായിച്ചാൽ കിട്ടൂല, മംഗളം വായിച്ചാൽ കിട്ടൂല. ഇത്രയും നല്ല കഥ എവിടെ കിട്ടും? എന്റെ പൊന്നു, മംഗളം വായിച്ചാൽ കിട്ടുവോ? മനോരമ വായിച്ചാൽ കിട്ടുവോ? ഖുർആൻ പറയുന്നത് കേൾക്ക്. ഖുർആൻ പറയുന്നത് എത്ര സുന്ദരമാ ഖുർആന്റെ വിവരണം. അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു ഖുർആൻ പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇങ്ങനെ ഖുർആൻ പഠിക്കുന്ന സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം അതാ. അഹമ്മദ് കബീറിനോട് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം ഏതാന്ന് ചോദിച്ചാൽ അഹമ്മദ് കബീർ മറുപടി പറയും, അവൻ്റെ കലാമ് മനഃപ്പാടമാക്കാൻ കഴിഞ്ഞതാ. അല്ലെ ഇങ്ങനെ ഓതാൻ കഴിയൂ? അള്ളാഹുവിൻ്റെ ഖുർആൻ മനഃപ്പാടമാക്കാൻ കഴിഞ്ഞതാ. മൂസ എന്ന യുവാവിനെ വിളിച്ചോണ്ട് വന്ന ഈ സ്ത്രീ മോൾ വാപ്പയോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പെണ്ണിന്റെ ക്ഷമ നശിച്ചു. വാപ്പയെ വിളിച്ചോണ്ട് വന്ന എന്താ? സഹായിച്ചതിന്റെ പ്രതിഫലം കൊടുക്കാനാണ്. പ്രതിഫലം കൊടുക്കും വാപ്പ, വെറുതെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഖാലത്ത് ഇഹ്ദാഹുമാ യാ ബത്തിസ്തഅ്ജിറുഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയുൽ അമീൻ. ഏ പിതാവേ, ഏ പിതാവേ, ഏ പിതാവേ, വെറുതെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാതെ ആ യുവാവ് ഞങ്ങളെ സഹായിച്ചതിന്റെ പ്രതിഫലം കൊടുക്കാനല്ലേ വിളിച്ചത്? യാ ബത്തിസ്തഅ്ജിറുഹു. പിതാവേ, അയാളുടെ പ്രതിഫലം കൊടുക്കുക. പിതാവേ, ആ ചെറുപ്പക്കാരന്റെ പ്രതിഫലം കൊടുക്കുക. സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ പ്രതിഫലം കൊടുത്തത് എന്തെന്നറിയോ? ബഹുമാനപ്പെട്ട ശുഐബ് നബി മൂസയോട് പറഞ്ഞു, മൂസ, ആരുമില്ലാതെ പെൺകുട്ടികളെ സഹായിച്ചതിന് നിനക്കുള്ള പ്രതിഫലം എന്താ? കാല ഇന്നി ഉരീദു അൻനുൻകിഹക ഇഹ്ദബിനതയ്യ ഹാതൈനി അലാ അൻ തഅ്ജുറനി സമാനിയ ഹിജജ്. ഓ മൂസ, ഓ മൂസ, ഓ മൂസ, ആരുമില്ലാത്ത എന്റെ പെൺമക്കളെ സഹായിച്ചതിന് പകരമായി ഇതിൽ മൂത്ത പെണ്ണിനെ നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരികയാണ്. ഏ മൂസ, എന്റെ ശബ്ദ ശ്രവിക്കാനെത്തിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ഹദ്ദാദ് നഗറിൽ സമൂഹ വിവാഹം നടക്കുമ്പോ ആരുമില്ലാത്ത പെണ്ണിനെ സഹായിച്ചപ്പോ അള്ള കൊടുത്തത് സാലിഹത്തായ ഭാര്യയാണ്. അതിനുശേഷമാണ് മൂസ പ്രവാചകത്വം കിട്ടുന്നത്. പിന്നീടാണ് മൂസാ നബിക്ക് സാലിഹീങ്ങളായ